ഇനി നമ്മൾ 3-phase അൺബാലൻസ്ഡ് സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. 3-phase അൺബാലൻസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാലൻസ്ഡ് സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, നമ്മുടെ ലോഡ് 3-phase ലോഡ് സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും ഇസഡ് ഫേസ് നമ്മൾ എഴുതിയിരുന്ന ആ ലോഡ് 3 ഫേസിലും, ഫേസ് RYB 3 ABC എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ 3 ഫേസിലും ദാറ്റ് ലോഡ് ഈസ് ഈക്വൽ അല്ലെ, ഐഡൻറ്റിക്കൽ ലോഡ്സ് ആയിരുന്നു. അത് മാറി പകരം ഇഫ് ദ ലോഡ് കണക്റ്റഡ് across the 3 phases are not identical to each other, that is loads have different magnitude and power factor, then the load is said to be unbalanced. Unbalanced load എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ not identical, they are not identical, they have different magnitude and power factor, different magnitude and power factor. ഓരോ ഫേസിലും ഓരോ ലോഡ് ആയിരിക്കും. then the load is said to be unbalanced. അപ്പോൾ the phase current എന്ത് ചെയ്യും, ഓരോ ലോഡിലും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ the phase current in delta and phase or line current in star connection differ in unbalancing load because there will be a neutral current in case of സ്റ്റാർ കണക്റ്റഡ് ലോഡ്. സ്റ്റാർ കണക്റ്റഡ് ലോഡിനകത്ത് നമ്മൾ ന്യൂട്രൽ കറണ്ട് 0 ആണെന്ന് പറഞ്ഞു. അതിന് പകരം IN നോട്ട് ഈസ് ഈക്വൽ ടു 0. IN വിൽ ബി സം ഓഫ് 3 ഫേസ് കറണ്ട്സ് IR IY പ്ലസ് IB. ഓക്കെ, നമുക്ക് ന്യൂട്രലിൽ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അൺബാലൻസ്ഡ് ലോഡിനെ നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്തത് 3 ടൈപ്പിലാണ്. അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഉണ്ട്. അൺബാലൻസ്ഡ് ഡെൽറ്റ നമുക്കറിയാം എന്താണ്. ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3 phase 3 wire കണക്ഷനാണ് കണക്റ്റഡ് ലോഡ്. സിമിലർലി അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ്, അതിൽ നമുക്ക് 3 wire സ്റ്റാർ കണക്റ്റഡ് ആവാം, അതേമാതിരി 4 wire. അപ്പോൾ 4 wire കണക്ഷനുണ്ട് സ്റ്റാറിൽ. അൺബാലൻസ്ഡിൽ 3 wire സിസ്റ്റം ഉണ്ട്. അൺബാലൻസ്ഡ് സ്റ്റാർ ഉണ്ട്, അതിൽ 3 wire സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഞാൻ ഫിഗർ വരയ്ക്കാം. ഓക്കെ, അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെൽറ്റ കണക്റ്റഡ് ലോഡ് 3 ഫേസസ് ഉണ്ട്, R phase, Y phase ആൻഡ് B phase. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫേസ് കറണ്ട്സ് നമുക്ക് ആദ്യം ലൈൻ കറണ്ട്സ് IR, ഡെൽറ്റ കണക്ഷനിൽ ലൈൻ കറണ്ട് IR, IY ആൻഡ് IB, ഈ 3 കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ നമ്മൾ ഫേസ് RYB, ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് വന്നിരിക്കുന്നത്, RYB. അപ്പോൾ ആറിനും ബിക്കും ഇടയിലുള്ള ഇമ്പിഡൻസ്, ഫേസ് ബിക്ക് ആറിനും വൈക്കും ഇടയിലുള്ള നമുക്ക് ആദ്യം നോക്കാം. അതിന് നമ്മൾ ഇമ്പിഡൻസ് RY എന്ന് പറഞ്ഞു. 3 ഡിഫറൻ്റ് ആണ്. അതേപോലെ വൈക്കും ബിക്കും ഇടയിലുള്ള നമ്മൾ ZYB, അതേമാതിരി ZBR, സെയിം സീക്വൻസ് ആണ്. ഇനി നമുക്ക് 3 ഫേസ് കറണ്ട്സും മാർക്ക് ചെയ്യാം. 3 ഫേസ് കറണ്ട്സ്. ഫസ്റ്റ് ഫേസ് കറണ്ട് RY എന്ന് പറയുന്ന ഡെൽറ്റ കണക്റ്റഡ് ബ്രാഞ്ചിലുള്ള ഫേസ് കറണ്ട് IRY, അതേമാതിരി IYB, സിമിലർലി IBR. 3 ഫേസ് കറണ്ട്സായി. അതേപോലെ തന്നെ നമുക്ക് ലൈൻ വോൾട്ടേജസ് മാർക്ക് ചെയ്യാമോ. ലൈൻ വോൾട്ടേജ് ഡെൽറ്റ കണക്റ്റഡ് ആയതുകൊണ്ട് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം VL, ലൈൻ വോൾട്ടേജ് VL ഈസ് സെയിം ആസ് ഫേസ് വോൾട്ടേജ്. ഡെൽറ്റ കണക്ഷൻ്റെ പ്രോപ്പർട്ടിയാണ് ഡെൽറ്റ കണക്ഷൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് ഫേസ് വോൾട്ടേജ് VRY. ഫേസ് വോൾട്ടേജ് VRYക്ക് നമുക്ക് തൽക്കാലം V ഫേസ് ആംഗിൾ 0 ഡിഗ്രി, VYB നമ്മൾ നോർമലി എഴുതുന്ന അതേ ഇക്വേഷൻസ് ഒക്കെ ഇവിടെയും ബാധകം തന്നെയാണ്. -120 ഡിഗ്രി VBR ഈസ് ഈക്വൽ ടു V ഫേസ് -240 ഡിഗ്രി അല്ലെങ്കിൽ +120 ഡിഗ്രി. നമുക്ക് ഓരോ ഫേസിലെയും കറണ്ട്, ഫസ്റ്റ് ഫേസിലെ കറണ്ട് IRY, ഫേസ് കറണ്ട്സ് ഫസ്റ്റ് ഫേസ് കറണ്ട് IRY.
അവിടുത്തെ വോൾട്ടേജ്, ആ ഫേസിലെ വോൾട്ടേജ് എന്താ, വി ആർ വൈ ഡിവൈഡഡ് ബൈ അവിടെയുള്ള കറണ്ട്, ഇമ്പിഡൻസ് ഇസഡ് ആർ വൈ. ഓക്കെ, വി ആർ വൈ ഇസഡ് ആർ വൈ. സിമിലർലി ഐ വൈ ബി നമുക്ക് എഴുതാം വി വൈ ബി ഡിവൈഡഡ് ബൈ സെഡ് വൈ ബി. അതേപോലെ ലാസ്റ്റ് ഫേസ് കറണ്ട് ഐ ബി ആർ ഇസ് ഈക്വൽ ടു വി ബി ആർ ഡിവൈഡഡ് ബൈ ഇസഡ് ബി ആർ. അപ്പോൾ 3 ഫേസ് കറണ്ട്സ് ആയി. ഇനി ലൈൻ കറണ്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് വെച്ച് തന്നെ ലൈൻ കറണ്ട്സ് എത്ര പേരുണ്ട്? ഫസ്റ്റ് ഐ ആർ നമ്മൾ ഈ ഒരു നോഡ് അല്ലെങ്കിൽ പോയിന്റ് ആറിലോട്ട് വരിക, ഐ ആറും അതേപോലെ ഐ ബി ആറും ഇൻകമ്മിങ് ആണ്. ദെൻ ഐ ആർ വൈ ലീവിങ്. അപ്പോൾ നമുക്ക് കെ സി എൽ ഇക്വേഷൻ വെച്ചിട്ട് ഐ ആർ പ്ലസ് ഐ ബി ആർ ഇസ് ഈക്വൽ ടു ഐ ആർ വൈ. അപ്പോൾ അതിൽ നിന്ന് ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ആർ വൈ മൈനസ് ഐ ബി ആർ എന്ന് എഴുതാം, ഫസ്റ്റ് ലൈൻ കറണ്ട്. അതേപോലെ രണ്ടാമത്തെ ലൈൻ കറണ്ട് ഐ വൈ ഇസ് ഈക്വൽ ടു ഐ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എൻറ്ററിങ് ഐ വൈ ഇങ്ങനെയാണ്, അതിനോട്ട് വരുന്നത് ഐ ആർ വൈ വരുന്നുണ്ട്, ലീവ് ചെയ്യുന്നത് ആരാണ്, ഐ വൈ ബി. അപ്പോൾ ഐ വൈ ഇസ് ഈക്വൽ ടു ഐ വൈ ബി മൈനസ് ഐ ആർ വൈ. ദെൻ മൂന്നാമത്തെ ഫേസ് കറണ്ട് നമുക്ക് ഐ ബി ഇതേമാതിരി തന്നെ കണ്ടുപിടിക്കാം, ഐ ബി ആർ മൈനസ് ഐ വൈ ബി. 3 ലൈൻ കറണ്ട്സ് നമുക്ക് കിട്ടി. അതേപോലെ 3 ഫേസ് കറണ്ട്സ് നമുക്ക് കിട്ടി. ഇതാണ് 3 ഫേസ് അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്ഷൻ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻസ്. എൽ ഇസ് ഈക്വൽ ടു വി ഫേസ്. ദെൻ നമുക്കറിയാം ഐ എൽ ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഐ ഫേസ് ആണെന്ന് ഡെൽറ്റ കണക്ഷനിൽ. ഈ ജനറൽ എക്സ്പ്രഷൻ അതേമാതിരി പവറിനെ നമുക്കറിയാം √3 ടൈംസ് വി എൽ ഐ എൽ കോസ് ഫൈ ആണ് ആക്റ്റീവ് പവർ, അല്ലെങ്കിൽ ട്രൂ പവർ നമുക്കറിയാം. റിയാക്റ്റീവ് പവർ ആകുമ്പോൾ √3 വി എൽ ഐ എൽ സൈൻ ഫൈ ആയി. ആ ഇക്വേഷൻസിനൊന്നും നമുക്ക് ചേഞ്ച് വരുന്നില്ല. നമുക്ക് ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസിലുള്ള കറണ്ടും 3ഉം ഡിഫറൻറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഡെൽറ്റ കണക്റ്റഡ് അൺബാലൻസ്ഡ് ഡെൽറ്റ കണക്റ്റഡ് ലോഡിൻ്റെ അകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ആളാണ് സ്റ്റാർ കണക്റ്റഡ് 4 വയർ സ്റ്റാർ കണക്റ്റഡ് ലോഡ്, അൺബാലൻസ്ഡ് 4 വയർ സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഓക്കെ, ഫിഗർ ലെറ്റ് മീ ഡ്രോ. ഓക്കെ, നമ്മളൊരു അൺബാലൻസ്ഡ് 4 വയർ സ്റ്റാർ കണക്റ്റഡ് ലോഡാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് 3 ഫേസസ് വി ഹാവ് ടു മാർക്ക് ആർ, ദെൻ ദിസ് വൺ ഈസ് വൈ, വൈ ആൻഡ് ബി, ആർ വൈ ബി. ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ഒക്കെ നിങ്ങൾക്കറിയാം. ദെൻ ഫേസ് കറണ്ട് സ്റ്റാർ കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഫേസ് കറണ്ട് ഇസ് ഈക്വൽ ടു ലൈൻ കറണ്ട് ആണ്, അത് നമുക്കറിയണം. അതേമാതിരി ഫേസ് വോൾട്ടേജ് വി ഫേസ് ഇസ് ഈക്വൽ ടു വി എൽ ബൈ √3, അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് √3 ടൈംസ് ഫേസ് വോൾട്ടേജ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ദെൻ ദിസ് വിൽ ബി ദ ന്യൂട്രൽ പോയിന്റ് ഓഫ് ദ ലോഡ്. ദെൻ ഫേസ് ആറിലെ ഇമ്പിഡൻസിന് ഇസഡ് ആർ. നമ്മൾ പണ്ട് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ച അതേമാതിരി തന്നെ നെയിമിങ്, ബി ഫേസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇമ്പിഡൻസ് ഇസഡ് ബി. ഓക്കെ, ദെൻ 3 ന്യൂട്രൽ കറണ്ട് അല്ല, സോറി, ഇവിടെ നമ്മൾ ഫേസ് ആറിൽ വരയ്ക്കേണ്ട കറണ്ട് ഐ ആർ ആണ്, ഫേസ് കറണ്ട് ഐ ആർ. ദെൻ ഐ വൈ ഐ ബി 3 ഫേസ് കറണ്ട്സ് നമ്മൾ വരച്ചു. ദെൻ ന്യൂട്രൽ കറണ്ട് തിരിച്ച് ന്യൂട്രൽ പോയിന്റിൽ നിന്ന് പുറത്തോട്ടുള്ള ഡയറക്ഷൻ ഐ എൻ. ഓക്കെ, അപ്പം ദ ന്യൂട്രൽ പോയിന്റ് എൻ ഓഫ് ദ ലോഡ് ഈസ് കണക്റ്റഡ് ടു ദ ന്യൂട്രൽ പോയിന്റ് ഓഫ് ദ സപ്ലൈ. ഇത് നമ്മൾ ലോഡ് മാത്രമേ പറയുന്നുള്ളൂ, സപ്ലൈക്ക് ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും. ആ ന്യൂട്രൽ പോയിന്റ് ഓ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ സാധാരണ ഫിഗേഴ്സിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പം സപ്ലൈയുടെ ന്യൂട്രൽ പോയിന്റ് ആയിട്ട് നമ്മുടെ ലോഡിൻ്റെ ന്യൂട്രൽ പോയിന്റ് കണക്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ വോൾട്ടേജ് അക്രോസ് 3 ലോഡ് ഇമ്പിഡൻസ് ഇസ് ഈക്വൽ ടു ദ ഫേസ് വോൾട്ടേജ് ഓഫ് ദ സപ്ലൈ. ഈ 3 ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സപ്ലൈയുടെ ഫേസ് വോൾട്ടേജിനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഇക്വേഷൻസ് ഒക്കെ എഴുതാം. ഫോർ സ്റ്റാർ കണക്റ്റഡ് ലോഡ് നമ്മൾ പഠിച്ചിട്ടുള്ള കേസുകളിൽ തന്നെ വി എൽ ലൈൻ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു √3 ടൈംസ് ഫേസ് വോൾട്ടേജ്, അതപ്പോൾ തന്നെ എഴുതി. ദെൻ ആർ ഫേസിലെ ഫസ്റ്റ് ഫേസ് വോൾട്ടേജ് വി ആർ എൻ ഇസ് ഈക്വൽ ടു വി ഫേസ് ആംഗിൾ 0 ഡിഗ്രി, വി വൈ എൻ ഇസ് ഈക്വൽ ടു വി ഫേസ് ആംഗിൾ -120 ഡിഗ്രി, വി ബി എൻ
is equal to V phase angle minus 240 degree. Okay, ഈ മൂന്ന് ഫേസ് വോൾട്ടേജസ് നമ്മൾ എഴുതി. ദീസ് ആർ ദ ഫേസ് വോൾട്ടേജ്. അതിനെ √3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലൈൻ വോൾട്ടേജ് കിട്ടും. ആരൊക്കെയായിരുന്നു ഇവിടുത്തെ ലൈൻ വോൾട്ടേജ്? ലൈൻ വോൾട്ടേജ് ഏതെങ്കിലും രണ്ട് ലൈൻസ് തമ്മിലുള്ള വോൾട്ടേജ്. അപ്പോൾ വി ആർ വൈ, വി വൈ ബി, വി ബി ആർ, ഇവർ മൂന്ന് പേരാണ് എന്ത് നമ്മുടെ ലൈൻ വോൾട്ടേജസ്. സ്റ്റാർ കണക്ടറിലെ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 30 ഡിഗ്രി ലീഡിങ് ആയിരിക്കും. അതൊക്കെ നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ ഫേസ് ഡയഗ്രാം വരച്ച് റെപ്രസെൻറ്റേഷനൊക്കെ ഫേസ് റെപ്രസെൻറ്റേഷനൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായി. Then we have to write the expression for phase current. Now we have line voltage and phase voltage. Only one term, IL is equal to I phase ആണ്. അപ്പോൾ നമ്മൾ expression for phase current I phase. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് ഫസ്റ്റത്തെ ഫേസിലെ കറണ്ട് IR അല്ലേ? phase currents. First one IR, first phase current IR എന്ന് പറയുമ്പോൾ നമുക്ക് VRN divided by ZR, ആ ഫേസിലുള്ള ഇമ്പിഡൻസ്. സിമിലർലി IY is equal to VYN divided by ZY. IB is equal to VBN divided by ZB. Then സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്, 4 വയർ സിസ്റ്റം ആണ്. ഫേസ് കറണ്ട്സ് ആർ ഈക്വൽ ടു ദ ലൈൻ കറണ്ട്സ്. അതിൻ്റെ കൂടെ തന്നെ കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ IN, കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ IN is equal to സം ഓഫ് IR പ്ലസ് IY പ്ലസ് IB. ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ 0 ആയിരിക്കും, അൺബാലൻസ്ഡ് ആണെങ്കിൽ ന്യൂട്രലിൽ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സോഴ്സും നമ്മുടെ ലോഡും ഒരു 3 ഫേസ്, അതായത് 3 ഫേസ് 3 വയർ അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അടുത്തത്. അപ്പോൾ അത് ഞാൻ വരച്ച് ഫിഗർ കാണുമ്പോൾ ഒരു കൂടി ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്, പക്ഷെ 3 വയേഴ്സേ ഉള്ളൂ. നമ്മുടെ ന്യൂട്രൽ വയർ മിസ്സിംഗ് ആണ്. ഓക്കെ, ദെൻ ഇഫ് ദ ന്യൂട്രൽ പോയിന്റ് N, ഓക്കെ, ദിസ് നമുക്ക് സോഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ സോഴ്സ് സൈഡാണ്, അതേപോലെ ലോഡ് സൈഡാണ് ഇത്. അപ്പോൾ ലോഡ് സൈഡിൻ്റെ ന്യൂട്രലും സോഴ്സ് സൈഡിൻ്റെ ന്യൂട്രൽ പോയിൻ്റായ OAയും ദ ന്യൂട്രൽ പോയിന്റ് N ഓഫ് ദ ലോഡ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ ന്യൂട്രൽ പോയിന്റ് O ഓഫ് ദ സപ്ലൈ. ഓക്കെ, അല്ലെങ്കിൽ സോഴ്സ്. ദെൻ there will be a voltage between point O and point N. ഓക്കെ, രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല, ഒരു പാത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു അൺബാലൻസ്ഡ് ലോഡാണെങ്കിൽ there will be a voltage exist between ന്യൂട്രൽ പോയിന്റ് ഓഫ് ദ സോഴ്സ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ദ ലോഡ്. ലോഡിൻ്റെയും സപ്ലൈയുടെയും രണ്ടിൻ്റെയും ന്യൂട്രൽ പോയിന്റിൻ്റെ ഇടയിൽ ഈ O എന്ന് പറയുന്ന പോയിന്റും ഈ N എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. VON എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതൊന്ന് ഷോർട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 സപ്ലൈയുടെ ഫേസ് വോൾട്ടേജ് 3 ഫേസിലുമുള്ള ഓരോ വോൾട്ടേജ്, ആ വോൾട്ടേജ് എന്ത് പറയും, സെയിം ആവില്ല നമ്മുടെ ലോഡിൻ്റെ ഫേസ് വോൾട്ടേജും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന അൺബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്സിനെ നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. ഇഫ് ദ ന്യൂട്രൽ പോയിന്റ് N ഓഫ് ദ ലോഡ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ന്യൂട്രൽ പോയിന്റ് O ഓഫ് ദ സപ്ലൈ, there exists a voltage between the supply neutral point and load neutral point. നമ്മുടെ സപ്ലൈയുടെ ഓയും ന്യൂട്രലിൻ്റെ എന്നും ഈ 2 പോയിന്റ്സും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കും, ആ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറയേണ്ട കാര്യം, ഈ സപ്ലൈയുടെ കേസ് നോക്കുകയാണെങ്കിൽ VOR അല്ലെങ്കിൽ VRO, ഈ പോയിന്റ് ആറും ഈ ന്യൂട്രൽ പോയിന്റ് ഓൻ്റെ ഇടയിലുള്ള ഫേസ് വോൾട്ടേജ്, അതായത് ഫേസ് വോൾട്ടേജ് ഓഫ് സപ്ലൈ. അതേമാതിരി VYO ഉണ്ടാവും. നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ നമുക്ക് VRN, VYN, VBN ഈ 3 വോൾട്ടേജസും സാധാരണഗതിയിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഇവിടെ ഈ ന്യൂട്രലിൽ ഒരു വോൾട്ടേജ് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വോൾട്ടേജസ് ഡിഫറൻ്റ് ആയിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ ലോഡ് അൺബാലൻസ്ഡ് ലോഡിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ
നമുക്ക് ലോഡിനെ ഒന്നെങ്കിൽ അൺബാലൻസ്ഡ് ഡെൽറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ലോഡിനെ ZR, ZY, ZBനെ ആ ഒരു സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ഡെൽറ്റ അൺബാലൻസ്ഡ് ഡെൽറ്റ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ മിൽമാൻസ് തിയറം അല്ലെങ്കിൽ നമുക്ക് ഒരു ന്യൂട്രൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി വരുന്നുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അത് രണ്ട് എന്താണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ നമ്മുടെ സിലബസിൽ ന്യൂട്രൽ ഷിഫ്റ്റിൻ്റെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ന്യൂട്രൽ ഷിഫ്റ്റ് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നമുക്ക് എന്ത് അറിയണം, നമുക്കൊരു സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിക് ടെക്നിക്ക് നമുക്ക് അറിഞ്ഞും ഇരിക്കേണ്ടതാണ്. അത് ഞാനിവിടെ ന്യൂട്രൽ ഷിഫ്റ്റ് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ഞാൻ അറ്റാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ റെഫർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടു കോമൺലി മെത്തേഡ്സ് ആണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, മിൽമാൻസ് തിയറം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് നമുക്ക് മിൽമാൻസ് തിയറം വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, സെക്കൻഡ് മെത്തേഡാണ് യൂസിങ് മിൽമാൻസ് തിയറം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് അൺബാലൻസ്ഡ് 3 വയർ സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആയിരുന്നപ്പോൾ നമ്മുടെ സോഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്ലൈയുടെ ഫേസ് വോൾട്ടേജസ് നമുക്ക് VRO, VYO, VBO. These are the 3 phase voltages of the supply. സപ്ലൈയുടെ ഫേസ് വോൾട്ടേജസ് ഓഫ് ദ സപ്ലൈ. ഇതും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, they are equal in magnitude but different phase from 120 degree. അപ്പോൾ ഈ മൂന്ന് പേരും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിഫർ ബൈ ഫേസ് ആംഗിൾ 120 ഡിഗ്രി. ഓക്കെ, അതേമാതിരി തന്നെ നമ്മുടെ ലോഡ് സൈഡിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്നാണ് ലോഡിൻ്റെ ന്യൂട്രൽ പോയിന്റ് എങ്കിൽ VRN, VYN, VBN ഇവർ മൂന്ന് പേരാണ് എന്ത് ഫേസ് വോൾട്ടേജ് ഓഫ് ലോഡ്, 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡിൻ്റെ ഫേസ് വോൾട്ടേജ്. ഇവർ മൂന്ന് പേരെന്തായിരിക്കും, വിച്ച് ആർ അൺഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് അൺഈക്വൽ ഇൻ magnitude and differ in phase by unequal angles. 120 ആവണമെന്നില്ല, അൺഈക്വൽ ആംഗിൾ തന്നെയായിരിക്കും അവർ തമ്മിലുള്ള ഫേസ് ആംഗിൾസും. ദെൻ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ പോയിന്റ് NO, നമ്മളുടെ സോഴ്സിൻ്റെ ഓയും ലോഡിൻ്റെ എന്നും തമ്മിലുള്ള ന്യൂട്രൽ പോയിന്റ്സ് തമ്മിലുള്ള വോൾട്ടേജ് ബിറ്റ്വീൻ ന്യൂട്രൽ പോയിന്റ്സ് N and O. അതിന് ഞാൻ തൽക്കാലം VNO എന്ന് വിളിച്ചു, VNO. That VNO can be calculated use മിൽമാൻസ് തിയറം. മിൽമാൻസ് തിയറം വെച്ചിട്ട് നമ്മൾ VNO കാൽക്കുലേറ്റ് ചെയ്തു. VNO മിൽമാൻസ് തിയറം വെച്ച് നമുക്ക് എഴുതുമ്പോൾ ഫസ്റ്റത്തെ VRO, ദെൻ അവിടുത്തെ ഇമ്പിഡൻസ് ZR ഉണ്ട്, അതിൻ്റെ റെസിപ്രോക്കൽ അഡ്മിറ്റൻസ് YR പ്ലസ് നമ്മുടെ രണ്ടാമത്തെ VYO, അവിടുത്തെ YY, ദെൻ VBO YB divided by sum of the admittance YR plus YB plus YY plus YB. YR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ZR, YB is equal to 1/ZB, അതേമാതിരി YY is equal to 1/ZY. മൂന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. Then we can calculate the phase voltage of load from this expression. Phase voltage, ഈ VNO എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇപ്പോൾ ഒരു ന്യൂട്രൽ ഷിഫ്റ്റ്. VNO പറയുന്നതാണ്. എന്താണ് ന്യൂട്രൽ ഷിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ എഴുതണം. നമ്മുടെ 3 ഫേസ് 3 വയർ സിസ്റ്റത്തിൽ unbalanced load ആയി കഴിഞ്ഞാൽ there will be a voltage exist between the neutral points of supply and load.
അതിന് പറയുന്ന പേരാണ് നമ്മൾ ആ വോൾട്ടേജിനെയാണ് വി എൻ ഒ അല്ലെങ്കിൽ ന്യൂട്രൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഫ്രോം ദ എക്സ്പ്രഷൻ യൂസിങ് വിൽമാൻസ് തിയറം വി എൻ ഒ ക്യാൻ ബി റിട്ടൺ ആസ് വി ആർ ഒ വൈ ആർ പ്ലസ് വി വൈ ഒ വൈ വൈ പ്ലസ് വി ബി ഒ വൈ ആർ ഡിവൈഡഡ് ബൈ വൈ ആർ പ്ലസ് വൈ വൈ പ്ലസ് വൈ ബി. വൈ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ആറിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് പെർ ഫേസ്, അഡ്മിറ്റൻസ് ഓഫ് ആർ ഫേസ്. ദെൻ വി ആർ ഒ എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് ഓഫ് ദ സോഴ്സ് അല്ലെങ്കിൽ സപ്ലൈയിലെ വി ആർ ഒ വി വൈ ഒ വി ബി ഒ ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിഫർ ബൈ എൻ ഫേസ് ആംഗിൾ 120. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ലോഡിൻ്റെ ഫേസ് ആംഗിൾ, ലോഡ് ഫേസ് വോൾട്ടേജ് നമ്മുടെ ലോഡിൻ്റെ സാധാരണ പറയുന്ന ഫേസ് വോൾട്ടേജ് ഫസ്റ്റ് വൺ വി ആർ എൻ ഇസ് ഈക്വൽ ടു വി ആർ ഒ മൈനസ് വി എൻ ഒ. വി ആർ ഒ നമുക്കറിയാം. ദെൻ വി വൈ എൻ ഇസ് ഈക്വൽ ടു വി വൈ ഒ മൈനസ് വി എൻ ഒ. Similarly, VBN is equal to VBO minus VNO. These are the expression for phase voltage. Line voltage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 times phase voltage, star connected ആണ്. Then we can calculate the phase current. In the ലോഡിനകത്തെ phase current IR is equal to അവിടുത്തെ വോൾട്ടേജ് VRN divided by ZR. IY is equal to YN divided by ZY. IB, then VBN divided by ZB. Then the line currents are equal to the phase current. For star connected load ആയതുകൊണ്ട് ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഈ 3 ഫേസ് കറണ്ടിനും ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അൺബാലൻസ്ഡ് ത്രീ ഫേസ് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ത്രീ ഫേസ് അൺബാലൻസ്ഡ് ലോഡിൽ നമുക്ക് ഇത്രയും കണ്ടീഷൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. വി വിൽ ഡു ദ പ്രോബ്ലംസ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് നിങ്ങൾ വർക്കായിട്ട്, ഹോംവർക്കായിട്ടോ അല്ലെങ്കിൽ അസൈൻമെൻ്റ് ആയിട്ടോ ചെയ്ത് തീർത്ത് ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യണം. ഓക്കെ.